എന്തൊക്കെയാ നമ്മൾ ഈ കാണുന്നത്? വോട്ട് ചോദിക്കാൻ പോയാൽ കൊല്ലുന്ന രാഷ്ട്രീയം. എന്റെ പൊന്ന് എസ്.എഫ്.ഐക്കാരാ, നിങ്ങൾ തൃക്കരിപ്പൂർ മണ്ഡലത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നറിയുമ്പോൾ ഞാൻ ഞെട്ടുകയാണ്. എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ ഗൂഗിളിൽ തൃക്കരിപ്പൂർ മണ്ഡലമെന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതായത് CPM-ന്റെ EMS മുഖ്യമന്ത്രിയായ ആ കാലം തൊട്ട് ഇന്നലെ വരെ CPM ഭരിക്കുന്ന CPM-ന്റെ കോട്ട മാത്രമാണ് ഈ പറയുന്ന തൃക്കരിപ്പൂർ. അവിടെ ആര് CPM-ൽ മത്സരിച്ചാലും 10-15,000 വോട്ടിന് ഉറപ്പായിട്ടും ജയിക്കും. എന്നാൽ ആ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായ സന്ദീപ് വാര്യരെ പേടിക്കുകയാണ്. സന്ദീപ് വാര്യർ വോട്ട് ചോദിക്കാൻ പോയപ്പോ സന്ദീപ് വാര്യരെ കൊല്ലാൻ ശ്രമിക്കുന്ന SFIക്കാരുടെ നടുക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് എന്റെ പൊന്നു പ്രേക്ഷകരെ വരുന്നത്. സന്ദീപ് വാര്യർ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ സന്ദീപ് വാര്യർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ വെച്ചു തരാം. അതിനു മുമ്പ് എന്റെ പൊന്നു പ്രേക്ഷകരെ, ഇന്നലെ കേരളത്തിൽ നടന്ന 5 നാടകീയ രംഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം നിങ്ങൾ ഇതൊന്ന് കാണണം. അതായത് ശ്രീലേഖ പിണങ്ങി. എന്റെ പൊന്നു മനുഷ്യന്മാരെ, അതായത് ഉടൻ BJP വിടുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തിന് പിണങ്ങി എന്നല്ലേ? കേന്ദ്രമന്ത്രി പ്രചാരണത്തിനിടെ ശ്രീലേഖയുടെ പേര് പറഞ്ഞിട്ടില്ല. എന്റെ പൊന്ന് ശ്രീലേഖയോട് ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ വലിയൊരു IPS അല്ലേ? കേരളത്തിൽ ആദ്യ വനിതാ IPS ആണ് ഈ പറയുന്ന ശ്രീലേഖ. നിങ്ങൾക്ക് ഇത്രയെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടല്ലോ എന്റെ പൊന്ന് ശ്രീലേഖ. പിന്നെ എന്തിനാണ്? ഞാനൊരു കാര്യം പറയാം, BJPക്ക് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ഉള്ള വിദ്യാഭ്യാസമൊക്കെ ഇല്ലാതാവുന്നുണ്ടോ? ഇതൊക്കെ പിണങ്ങി ഓടിയെന്നാണ്. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കുത്തിരുന്നു എന്നാണ് കേട്ടിരിക്കുന്ന വിവരം. അതായത് ഏതോ ഒരു പ്രചരണ പരിപാടിക്ക് ശ്രീലേഖ പോവുകയാണ്. അവിടെ BJPയുടെ കേന്ദ്രമന്ത്രി ഈ പറയുന്ന ഈ ശ്രീലേഖയുടെ പേര് പറയാത്തത് കൊണ്ട് ഓടുകയാണ് പിണങ്ങിയിട്ട്. ഞാനില്ല, എന്നെ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീലേഖ ഓടുകയാണ്. വളരെ വളരെ മോശം എന്റെ ശ്രീലേഖ. അതിനുശേഷം നടുക്കുന്ന ഒരു BJPയുടെ ചെറിയ കുട്ടിയായിട്ടുള്ള വനിതാ നേതാവ്, ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ 10-25 വയസ്സായിട്ടുണ്ടാവും, വനിതാ നേതാവ് വർഗീയത ഇങ്ങനെ തുപ്പുകയാണ്. സാക്ഷാൽ ശശികലക്ക് പോലും അങ്ങനെ വർഗീയത തുപ്പാൻ കഴിയൂല. നമുക്ക് എന്തായാലും അവൾ പറയുന്ന ഒരു വർഗീയത ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. വർഗീയത ഉണ്ടാക്കാൻ നോക്കുന്നു, മുസ്ലിം സമുദായത്തിനെതിരെ സംസാരിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ BJP വിട്ടു നിൽക്കുന്ന ആളുകൾ. BJP വർഗീയത കൊണ്ട് നടക്കുന്ന ഒരാൾക്കാരല്ല. ഫസ്റ്റ് ഓഫ് ഓൾ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ 5ഓളം ക്രിസ്ത്യൻ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് BJP ആണ്. എന്ത് 5 ക്രിസ്ത്യൻ സംസ്ഥാനങ്ങൾ? അതേത്? എന്റെ പൊന്നു മോളെ, ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഏതെങ്കിലും ഒരു ചെറിയൊരു ഗ്രാമത്തിൽ 2 പള്ളി ഉണ്ടെങ്കിൽ, മുസ്ലിം പള്ളി ഉണ്ടെങ്കിൽ അത് മുസ്ലിം സംസ്ഥാനം, ക്രിസ്ത്യൻ പള്ളി ഉണ്ടെങ്കിൽ അത് ക്രിസ്ത്യൻ സംസ്ഥാനം, 4-5 അമ്പലം ഉണ്ടെങ്കിൽ അത് മറ്റേ ഹൈന്ദവ സംസ്ഥാനം. ഇതൊക്കെ ഏത് കൂട്ടത്തിലാണ്? നീ പഠിച്ചിട്ടില്ലേടി? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ മോശം. ഇവൾ പറഞ്ഞത് കേട്ടല്ലോ. അതായത് ക്രിസ്ത്യൻ സംസ്ഥാനം ഭരിക്കുന്ന BJP ആണ് ക്രിസ്ത്യൻ സംസ്ഥാനം ഭരിക്കുന്നത്, ഒരു പ്രശ്നമില്ല. അത് ഏത് സംസ്ഥാനം എന്നൊന്ന് പറഞ്ഞു തരാവോ? നാണമുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ? ബാക്കിയും കൂടി കേട്ട് നോക്കാം. തുടർച്ചയായിട്ട് റിപ്പീറ്റഡ്ലി ആണ്. ആദ്യത്തെ ഒരു ഇലക്ഷൻ ജയിച്ചു എന്നുള്ളതല്ല, അവർ തന്നെയാണ് വീണ്ടും ഇവരെ ജയിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വർഗീയത കീപ്പ് ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴേ. ഇനി മുസ്ലിംസിന്റെ കാര്യം പറഞ്ഞു, എന്റെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. എന്റെ ചെറുപ്പം മുതൽ ഇപ്പോൾ വരെ എനിക്ക് എത്ര മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ടെന്ന് അറിയാം. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു മുസ്ലിംസ് ഉണ്ട്. എന്റെ അടുത്ത് എന്റെ അമ്മയുടെ കൂട്ടുകാർ, അവരോടൊക്കെ ചോദിച്ചാൽ മതി ഞങ്ങൾ എങ്ങനെയാ പെരുമാറുന്നതെന്ന്. ഞങ്ങൾ എങ്ങനെയാ പെരുമാറുന്നത് എന്ന്? നിങ്ങള് എന്തൊക്കെയാണ്? ഈ പൊന്നു മോനോടൊരു കാര്യം പറയുകയാണ്. ഇവിടെ ഒരേ ഒരു കൂട്ടറുള്ളൂ, ഞങ്ങൾ. അത് നമ്മൾ മൊത്തത്തിൽ, അതായത് കൃഷ്ണനുമുണ്ട്, വിൻസെന്റുമുണ്ട്, മുഹമ്മദുമുണ്ട്. ഈ 3 കൂട്ടരും ഒന്നിച്ചിട്ടാകുമ്പോഴാണ് ഞങ്ങളാവുന്നത്. അല്ലാതെ ഞങ്ങൾ എങ്ങനെ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു? എന്തിനാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് 2 വർഗീയത കലാപം ഉണ്ടാക്കുന്നത്? എന്റെ പൊന്നു BJP വനിതാ നേതാവ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാണകത്തിലേക്ക് ചവിട്ടുന്നത് ഇങ്ങനെയുള്ളവർ എന്നറിയുമ്പോൾ ഞാൻ ഞെട്ടുകയാണ്. ഡോക്ടർ റോബിന് എത്ര ആരാധകരായിരുന്നു ഡോക്ടർ റോബിൻ. ഇപ്പൊ അദ്ദേഹത്തെ ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ? അഖിൽ മാരാർ, എന്ത് റെസ്പെക്ട്. എല്ലാവരും അഖിൽ മാരാർ എന്തെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ മില്യൺ വ്യൂസ് ആണ്. ഇപ്പൊ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ BJPക്കാരോട് ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും കേരളം ഭരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എന്ന് ഹിന്ദു മുസൽമാന് പള്ളി എന്നൊക്കെ പറയുന്നത് നിർത്തുന്നോ, അന്യ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ടിടും. നിങ്ങൾ പറയേണ്ടത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം പറയാൻ നിങ്ങൾ എന്ന് തുടങ്ങി, അന്ന് നിങ്ങൾക്ക് 2 വോട്ട് കിട്ടും. ഓക്കെ,
നടുക്കുന്ന ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത വന്നിട്ടാണ് എൻ്റെ പൊന്നു പ്രേക്ഷകരെ. യുടെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഉത്തർപ്രദേശിൽ ആംബുലൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് ഗർഭിണിയെ ആശുപത്രിയിൽ എത്തിച്ചത് കാളവണ്ടിയിൽ. കഴിഞ്ഞ ശനിയാഴ്ച ഹമീർപൂർ ജില്ലയിലാണ് സംഭവം. 7 കിലോമീറ്റർ ദൂരം ചതുപ്പ് റോഡിലൂടെ സഞ്ചരിച്ച് 3 മണിക്കൂറെടുത്താണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ പൊള്ളയായ വികസന മോഡൽ എന്ന ക്യാപ്ഷനോടെ കോൺഗ്രസ് ഔദ്യോഗിക എക്സ് പേജ് വീഡിയോ പങ്കുവച്ചു. ആരോഗ്യ പൊതുമരാമത്ത് വകുപ്പുകളുടെ പരാജയമാണിതെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തി. കണ്ടോ നിങ്ങൾ, ചിലർ പറയുന്നത് യുപിയിൽ യോഗി ആദിത്യനാഥിന്റെ ഭരണം കേരളത്തിൽ വരണം. അത്രയും വികസനമാണ് യുപിയിൽ നിന്ന്. നോക്കൂ നിങ്ങൾ, യുപിയിൽ ചെറിയൊരു ഗ്രാമത്തിൽ ആംബുലൻസ് പോകുന്ന സൗകര്യം പോലും റെഡിയാക്കാൻ ഈ പറയുന്ന യോഗിക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് യോഗി ആദിത്യനാഥെ നിങ്ങൾ വർഷങ്ങളോളം അവിടെ ഭരിച്ചിട്ട് എന്ത് കാര്യം? എൻ്റെ പൊന്നു കെ സുരേന്ദ്രനോടും ഈ പറയുന്ന സുരേഷ് ഗോപിയോടും ശോഭാ സുരേന്ദ്രനോടും രാജീവ് ചന്ദ്രശേഖരനോടും ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ പറയുന്നുണ്ട് നരേന്ദ്രമോദി ഗ്യാരണ്ടി, ഇതൊക്കെയാണ് ഗ്യാരണ്ടി? ഇങ്ങനെയുള്ള നമ്മുടെ കേരളം ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണുള്ളത്. ഈ കേരളത്തെ ഇങ്ങനെയുള്ള യുപി ആക്കാനാണോ നിങ്ങളുടെ വിചാരം? നടക്കത്തില്ല എൻ്റെ പൊന്നു രാജീവ് ചന്ദ്രശേഖര. പൊന്നു പ്രേക്ഷകരെ, സന്ദീപ് വാര്യർ വിഷയത്തിലേക്കൊക്കെ കടക്കാം. അതിനു മുമ്പ് നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു യുവതി രംഗത്ത് വന്നിട്ടുണ്ട്. വലിയ വിവാദമാണ്. ആ യുവതിയുടെ ഇൻസ്റ്റഗ്രാം തന്നെ എത്രയും പെട്ടെന്ന് നിരോധിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. ഞാനിപ്പോൾ പ്ലേ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ഓരോരുത്തരും ക്ലിയർ ആയി കൃത്യമായിട്ട് കേൾക്കണം. ഓക്കെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തെ സൊമാലിയയോട് ഉപമിച്ചതിലുള്ള വിവാദം തുടരുകയാണ്. ജയ് കേരളം, ജയ് കേരളം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം എന്ത് നേടി എന്നതിന്റെ തെളിവാണ് മോദിജിയുടെ ഈ മാറ്റം. കേരളത്തെ സൊമാലിയ എന്ന് വിളിച്ച നാവുകൊണ്ട് തന്നെ കേരളത്തിന് മോദിജിയെ കൊണ്ട് ജയ് വിളിപ്പിച്ചപ്പോൾ നമ്മളും മലയാളികളും 10 വർഷത്തെ നമ്മുടെ ഭരണവും പൊളിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഇതേ കേരളത്തിൽ BJP 1-2 സീറ്റ് നേടിയാൽ കേരളത്തിൽ എന്ത് നടക്കുമെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അതിന്റെ ഉദാഹരണമാണ് സംഘികൾ അഴിഞ്ഞാടുന്ന ബംഗാൾ. മാർച്ച് 27-ന് ബംഗാളിലെ മൂർഷിദാബാദിലാണ് സംഘികൾ ഇങ്ങനെ മുസ്ലിം കടകൾ അടിച്ച് തകർത്തതും മനുഷ്യരെ തല്ലി ചതച്ചതും. രാംനവമി ഘോഷയാത്രയുടെ പേരിൽ സംഘികൾ ഇങ്ങനെ അഴിഞ്ഞാടുന്ന ബംഗാളിനെ പോലെ കേരളം ആകേണ്ടെങ്കിൽ BJPയെ അകറ്റി നിർത്തുക. ഭരണത്തിൽ വരണമെന്നില്ല, ബംഗാളിലെ പോലെ ഏതാനും ചില സീറ്റുകൾ നേടിയാൽ മതി. ഇതൊക്കെയായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. സൂക്ഷിക്കുക. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, 20 വർഷത്തോളം മധ്യപ്രദേശ് ഭരിച്ചിട്ടും അവിടുത്തെ സർക്കാർ സ്കൂളിലെ കുട്ടികൾക്ക് ഒരു പ്ലേറ്റ് വാങ്ങി കൊടുക്കാൻ കഴിയാത്ത BJP, ആ കുട്ടികളെ കീറ പേപ്പറിൽ ഭക്ഷണം കഴിപ്പിച്ച BJP, ആ BJP കേരളത്തിൽ വികസനം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നവർ ശരിക്കും സ്വയം വിഡ്ഢികളാകുകയാണ്. ഇതൊക്കെ പഴയ ദൃശ്യങ്ങളാണെന്ന് പറയാൻ വരട്ടെ. ഇത് ഈ വർഷം, അതായത് 2026 നടന്നതാണ്. ഇനി ചിന്തിക്കേ, ഇതുപോലെ അക്രമവും ദാരിദ്ര്യവും നിറഞ്ഞ ഒരു സംഘിരാജ്യമായി നമ്മുടെ സുന്ദരമായ കേരളം മാറണോ? ഓർക്കുക, ഒരിക്കൽ ഞാനൊരു കാര്യം പറയാം എൻ്റെ പൊന്നു മനുഷ്യന്മാരെ. ഇപ്പോൾ BJPക്കാരായിരിക്കും കുറേ അമ്മമാർ പറയുന്നത് BJP ഭരിക്കട്ടെ, ഒന്നും കൂടി BJP ഭരണം വരണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹമെന്നാണ്. പൊന്നമ്മമാരോട് ഒരു കാര്യം പറയുകയാണ്, BJPക്ക് നിങ്ങൾ വോട്ടിടണം. എപ്പോ? അവർ എന്ന് രാഷ്ട്രീയം പറയുന്നുണ്ട് അപ്പ ഇട്ടാൽ മതി. അവറ്റകൾ പറയുന്നത് എൻ്റെ പൊന്നമ്മമാരെ, ഞാൻ വർഗീയതയല്ല കൊണ്ടുവരുന്നത് എൻ്റെ പൊന്നമ്മമാരെ. യുപിയിൽ യോഗി ആദിത്യനാഥ്, ഗുജറാത്തിൽ മോദിയൊക്കെ അവിടുത്തെ സാധാരണക്കാരായ പിഞ്ചോമന പൈതലുങ്ങളെയും അവിടുത്തെ യുവാക്കളെയും യുവതികളെയും അവിടുത്തെ പ്രായമുള്ളവരെയും പ്രായമാവാത്തവരെയും പറഞ്ഞു പറ്റിക്കുകയാണ്. ജയ് ശ്രീറാം, അതായത് ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കണമെന്ന് വർഗീയത പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, ഞാനൊരു കാര്യം പറയാം. ഗുജറാത്തിലും യുപിയിലും അതായത് വീടില്ല സ്വന്തമായിട്ട്, മറ്റേ എന്താണ് പറയുന്നത്, ചെറിയ ചെറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കാസർഗോഡ് ഭാഷ മനസ്സിലായെന്ന് എനിക്കറിയില്ല. ചെറ്റ പോലത്തെ ചെറിയ വീടാണ്, സിമെന്റ് ഒന്നും ഇടാതെ നമ്മൾ റെഡിയാക്കുന്നില്ല. ഞാൻ സൈഡിൽ വെച്ചതുപോലെ ഇങ്ങനെയുള്ള വീടിലുള്ളവരും റോഡ് സൈഡിൽ വീടില്ലാതെ കിടന്നുറങ്ങുന്നവർ പറയുന്നത് ജയ് ശ്രീറാമാണ്. കാരണം അവർ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് വികസനം വേണ്ട, ഞങ്ങൾക്കിങ്ങനെ നരേന്ദ്രമോദി, ഞാൻ അവരൊരിക്കലും കുറ്റം പറയില്ല. അതായത് നരേന്ദ്രമോദിയും ഈ പറഞ്ഞ യോഗി ആദിത്യനാഥും ഒക്കെ അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ വിഷം നിറക്കുന്നതിൻ്റെ പൊന്നു മനുഷ്യന്മാരെ. നമ്മുടെ സന്ദീപ് വാര്യരെ വോട്ട് ചോദിക്കാൻ പോയ സന്ദീപ് വാര്യരെ വെട്ടാൻ പോകുന്നു, കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം. നമുക്കത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം.
കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ വെച്ച് തൃക്കരിപ്പൂർ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരെ ആക്രമിച്ചതായി പരാതി. വോട്ട് ചോദിക്കാനെത്തിയപ്പോൾ തടഞ്ഞു പിടിച്ച് തള്ളിയെന്ന് സന്ദീപ് വാര്യർ. കൂടെയുള്ളവരെയും മർദ്ദിച്ചു. സന്ദീപ് വാര്യർ അടക്കം 5 പേരെ തൃക്കരിപ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നിൽ SFI എന്ന് UDF ആരോപിച്ചു. ദൃശ്യങ്ങൾ കാണാം. നീലേശ്വരത്ത് നെഹ്റു കോളേജില് പ്രചരണത്തിന് പോയതായിരുന്നു. അപ്പൊ അവിടെ ഞങ്ങളുടെ പ്രചരണ സംഘത്തോടൊപ്പം പോയപ്പോൾ ഉള്ളിൽ ചെന്ന സമയത്ത് അവിടെ പ്രചരണം നടത്താൻ പാടില്ല, അതിനകത്ത് വോട്ടഭ്യർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കോളേജ് യൂണിയൻ ചെയർമാനാണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തി. അതുകൊണ്ട് എന്നെ തടയാണ് ചെയ്തത്. എൻ്റെ ദേഹത്ത് തടഞ്ഞ് എൻ്റെ നെഞ്ചിൽ ഉന്തുകയാണ് ചെയ്തത്. ഞാൻ അവിടെ സ്ഥാനാർത്ഥിയാണ്, എൻ്റെ ജനാധിപത്യ അവകാശമാണ് പ്രചരണത്തിൽ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു 4-5 പേരെ അവർ ഓടിച്ചിട്ട് അടിക്കുകയാണ് ചെയ്തത്, വളഞ്ഞിട്ട് മർദ്ദിക്കുക. ഞാനത് കണ്ടു ചെന്നു, അതിലിടപെട്ടു. എനിക്ക് നേരെ ആക്രമണം ഉണ്ടായി. അവിടെ ഒരു 10-30 വരുന്ന SFI എന്തൊക്കെയാൽ എൻ്റെ പൊന്നു സഖാക്കളോട് ഒരു കാര്യം പറയുകയാണ്. നാണമുണ്ടോ സഖാക്കളെ? അതായത് വോട്ട് ഇപ്പം ഞാൻ സ്വതന്ത്രനായി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ആരോട് വേണമെങ്കിലും വോട്ട് ചോദിക്കാം. BJP-കാരോടും RSS-കാരോടും SDPI-കാരോടും മതമുള്ളവനോടും മതമില്ലാത്തവനോടും പാർട്ടി ഉള്ളവനോടും ആരോട് വേണമെങ്കിലും ചോദിക്കാം. അത് എൻ്റെ അവകാശമാണ്. ഇപ്പം നിങ്ങൾ വോട്ട് നിന്നാൽ നിങ്ങളുടെ അവകാശമാണ്. അങ്ങനെ വോട്ട് ചോദിക്കാൻ പോകുന്നവരെ എന്തിനാണ് എൻ്റെ പൊന്ന് SFI-കാരെ നിങ്ങൾ തടയുന്നത്? രസകരമായ സംഭവം, ഇത് മഞ്ചേശ്വരത്തോ അല്ലെങ്കിൽ നേമത്തോ ആണ് നടക്കുന്നതെങ്കിൽ ഞാൻ ഒരു അക്ഷരം പോലും മിണ്ടില്ലായിരുന്നു. കാരണം ഇത് മഞ്ചേശ്വരത്താണ്, മഞ്ചേശ്വരത്ത് നല്ല ഫൈറ്റാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ എന്തെങ്കിലും നടക്കുമോ നമുക്ക് പേഴ്സണലി ചിന്തിക്കാം. ഇത് നടക്കുന്നത് തൃക്കരിപ്പൂരിലാണ്. തൃക്കരിപ്പൂർ എന്ന് പറയുന്നത് മറ്റേ CPM-ന്റെ കോട്ടയാണ്. അവിടെ CPM-ന്റെ ആര് മത്സരിച്ചാലും 10-20,000 ഭൂരിപക്ഷത്തിൽ ജയിക്കും. അവർ സന്ദീപ് വാര്യരെ പേടിക്കുകയാണ്. അതായത് സന്ദീപ് വാര്യർ അവിടെ ജയിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. CPM കോട്ട തകർത്ത് തരിപ്പണം. നോക്കൂ നിങ്ങൾ, 20,000 15,000 ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന CPM കോട്ട, അവിടെയാണ് സന്ദീപ് വാര്യരെ തടയുന്നത്. അത്രയും പേടിച്ച് വിറക്കുന്നു എന്ന നടുക്കുന്ന വാർത്തയല്ലേ പൊന്നു പ്രേക്ഷകരെ വരുന്നത്. നമ്മുടെ ഷാഫി പറമ്പിലിൻ്റെ ഞെട്ടിക്കുന്നൊരു വീഡിയോ വന്നിട്ടുണ്ട്. പാവം, അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ നമുക്ക് വേദനയാവും. ഒരു 10 ദിവസമായി കിടന്നുറങ്ങിയിട്ട് നിങ്ങളതൊന്ന് കാണണം. ഒരുത്തം പാവം ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോ വീട്ടിൽ പോയി ചോദിക്കാൻ വേണ്ടി അത്തരം ധാർഷ്ട്യമൊക്കെ ജനങ്ങൾക്കാണ് ശക്തി എന്ന് മറന്നു പോകുന്ന ധാർഷ്ട്യം. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇദ്ദേഹം കേരളത്തിലെ മുഴുവൻ UDF പ്രവർത്തകരും ജയിച്ചു കാണാൻ ആഗ്രഹിക്കണം. അത് നിങ്ങളുടെ കയ്യിലാണ്. നാളെ 6 മറ്റന്നാ 7 8ന്റെ സൈലന്റ് ഡേ, 2 ദിവസത്തെ വർക്കും 1 ദിവസം നിശബ്ദ പ്രചരണം കൊണ്ട് 5 വർഷത്തെ കളമശ്ശേരി മാത്രമല്ല 5 വർഷത്തെ കേരളമാണെന്ന്. ഓക്കെ, ഷാഫി പറമ്പിലിനെ കാണുമ്പോൾ പേഴ്സണലി സങ്കടമാണ് തോന്നിയത്. അത്രയും പാവം കഷ്ടപ്പെട്ടു. ഓക്കെ, ഒരു വിഷയം കൂടി ചർച്ച ചെയ്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. റിപ്പോർട്ടറിൻ്റെ സർവേ ഫലമാണ്. അരുൺകുമാർ ഞാൻ സർവേ ആർക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ റെഡിയാക്കാം, ഓരോരുടെ ഇഷ്ടമാണ്. അരുൺകുമാർ പറയുന്നത് 3ാമത് LDF അധികാരത്തിൽ വരും, 68 മുതൽ 84 സീറ്റ് വരെ നേടും. പൊന്ന് അരുൺകുമാർ, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? കാണാം. അപ്പം ഞാൻ പറയുന്നത് 90-ൽ കുറയാത്ത സീറ്റിൽ UDF അധികാരത്തിൽ വരുന്നതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.